ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ശബ്ദം, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ ദൂത് ഇന്നും നമ്മുടെ ഹൃദയത്തിന് ബലം നൽകത്തക്ക നിലയിൽ നമ്മുടെ അവിശ്വാസങ്ങളെ മാറ്റുക, നമ്മുടെ നിരാശകളെ മാറ്റുക, അസ്വസ്ഥത നിറഞ്ഞ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം ആഴമായി പതിയും അത്ഭുത വിടുതൽ ഹൃദയത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 37 സങ്കീർത്തനം 11 വാക്യം. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്നൊരു ദൂത് അതിനകത്തുനിന്ന് സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. സമാധാന സമൃദ്ധി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഈ ദൂത് പകരുക. ജീവിതത്തിൽ ഇപ്പോൾ ഈ മേഖലകളിൽ, ഈ സ്ഥിതിയിൽ ഒട്ടും സമാധാനമില്ലാതെ ജീവിതത്തിൽ കടന്നു വന്ന വിഷയങ്ങളെ ഓർത്ത്, തലമുറയോർത്ത് ഒട്ടും സമാധാനം ലവലേശമില്ലാതെ ദൈവത്തിൻ്റെ പൈതലേ ജീവിതമായിരിക്കുകയല്ലേ, സമാധാനമില്ല. ആ വിഷയം ഓർക്കുമ്പോൾ സമാധാനമില്ല, ആ വിഷയം ചിന്തിക്കുമ്പോൾ സമാധാനമില്ല. ഇന്ന് ഇപ്രകാരം ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന പലരും വചനം കേൾക്കുകയാണ്. സമാധാനമില്ല, കുടുംബത്തിൽ സമാധാനമില്ല, ജോലി മേഖലയിൽ ചെല്ലുമ്പോൾ സമാധാനമില്ല, വിദ്യാഭ്യാസ തലത്തിൽ ചെല്ലുമ്പോൾ സമാധാനമില്ല. ദൈവത്തിൻ്റെ പൈതലേ, ഇങ്ങനൊരു അവസ്ഥയാണോ ജീവിതത്തിൽ? സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ ജീവിതമായിരിക്കുന്ന ആ മേഖലയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. അങ്ങനെ ആയിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവം ഇടപെടുന്നു. സമാധാനം തരുന്നു എന്ന് മാത്രമല്ല, സമാധാനത്തിൻ്റെ സമൃദ്ധി ദൈവം വെളിപ്പെടുത്താൻ പോവുക. സമാധാനത്തിൻ്റെ സമൃദ്ധി തന്ന് ദൈവം ആനന്ദിപ്പിക്കാൻ പോവുക. ആ നിലയിലും നിലവാരത്തിലും ദൈവത്തിൻ്റെ പ്രവൃത്തി ദിവസങ്ങളിലുണ്ട് എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പൈതലേ, ഏത് വിഷയത്തെ ചൊല്ലിയ സമാധാനം പോയിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് സമാധാനമില്ലാതിരിക്കുന്നത്, ഏത് വിഷയം കൊണ്ടാണ് സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്, ആ വിഷയത്തെ ദൈവം തൊടും, ആ പ്രശ്നത്തെ ദൈവം തൊടും. സമാധാനത്തെ നഷ്ടപ്പെടുത്തിയ വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുക. 12 സംവത്സരമായൊരു സ്ത്രീയെക്കുറിച്ച് സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. അവളുടെ രോഗനിമിത്തം അവളുടെ ജീവിതത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക, സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുക. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവൾക്ക് സൗഖ്യം കൊടുക്കുമ്പോൾ, യേശുവിലുള്ള വിശ്വാസം അവളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടയായ സാഹചര്യങ്ങൾ തിരുവെടുത്ത് വ്യക്തമാക്കുമ്പോൾ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിൻ്റെ പൈതലേ, യേശു കർത്താവോട് പറഞ്ഞു, നീ സമാധാനത്തോടെ പോകുക, നീ സമാധാനത്തോടെ പോകുക. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൈവത്തിൻ്റെ വിഷയം, പരിശുദ്ധാത്മാ വിഷയത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൂത് വിളിച്ചു പറയുക. ആ വിഷയത്തെ കർത്താവ് തൊട്ട് വിടുതൽ കൽപ്പിച്ചും സൗഖ്യം വരുത്തിയും മടക്കി വരുത്തിയും കർത്താവ് സമാധാനത്തിൻ്റെ സമൃദ്ധി, സമാധാനം ഒട്ടുമില്ലാത്ത ആ കുടുംബസ്ഥിതിയിൽ ദൈവം കൈകാര്യം ചെയ്യുന്നു, ദൈവം വരുത്താൻ പോകുന്നു. ആ നിലയിലാണ് ദൈവം ഇന്ന് പകൽ ദൂത് വെളിപ്പെടുത്തുന്നത്. വാഗ്ദാനങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും കർത്താവ് സമാധാനം തരുന്ന ദൈവമാണ്, ആശ്വാസം തരുന്ന ദൈവമാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് ദൂത് വ്യത്യസ്തമായി ഇടപെടുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം വിഷയത്തെ തൊട്ട് ദൈവ സമാധാനം വെളിപ്പെടുത്തി സമാധാനത്തിൻ്റെ സമൃദ്ധിയാക്കി അത് തീർക്കാൻ പോവുക. ആ നിലവാരത്തിലാണ് ദൈവിക മഹത്വം ഇറങ്ങുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. കരയുന്ന ദൈവത്തിൻ്റെ പൈതലേ, വിഷമിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഭാരപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ശബ്ദം ഏറ്റെടുത്തു, വചനം വിശ്വസിച്ചു. ഒരു സമാധാന സമൃദ്ധി എൻ്റെ വിഷയത്തിലുണ്ട്.
ഇന്ന് ഞാൻ കടന്നു പോകുന്ന ജോലി മേഖലയിൽ സമാധാനമില്ലെങ്കിൽ ദൈവം സമാധാന സമൃദ്ധി തന്ന് ആ ജോലിയിൽ തുടരുവാൻ അനുവദിക്കും. ആ വിദ്യാഭ്യാസത്തിൽ ദൈവം അനുവദിക്കും. ആ കുടുംബത്തിൽ സമാധാന ലവലേശമില്ലാത്ത തലത്തിൽ ദൈവത്തിൻ്റെ വൈദ്യുത വിഷയത്തിന് പരിഹാരം വരുത്തി ആ കുടുംബത്തിൽ സമാധാന സമൃദ്ധിയിൽ ജീവിക്കുക ദൈവം കാര്യങ്ങളെ തിരിക്കാൻ പോകുന്നു. അതുപോലെ ഒരത്ഭുതം. 12 വർഷം സമാധാനം നഷ്ടപ്പെട്ടവൾ സമാധാനം ദൈവം തിരിച്ചു കൊടുത്തില്ലേ? ദൈവത്തിൻ്റെ പൈതലെ എത്ര മാസമായി സമാധാനം നഷ്ടപ്പെട്ടിട്ട്, എത്ര മാസങ്ങളായി സമാധാനവും സ്വസ്ഥതയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ട് ആ മേഖലയിൽ നോക്കി പരിശുദ്ധാത്മാവ് ദൂത് വെളിപ്പെടുത്തുക. സമാധാനത്തിൻ്റെ സമൃദ്ധി ദൈവം തരും. സമാധാന സമൃദ്ധിയിൽ ദൈവം ആനന്ദം തരും. ആ നിലയിൽ വിഷയത്തെ തൊട്ട് ദൈവ സമാധാനം വരുത്തുക. ആ ദൂത ചലിക്കുന്ന ആ വാഗ്ദാനമാണ് ദൈവം ഈ ദിവസങ്ങളിൽ നിറവേറ്റാൻ പോകുന്നു. വിശ്വസിക്കട്ടെ, ആഴമായി ദൂത ഏറ്റെടുക്കട്ടെ. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ശബ്ദത്തിനായി സ്തോത്രം. സമാധാനം നഷ്ടപ്പെട്ട്, സ്വസ്ഥത നഷ്ടപ്പെട്ട് കർത്താവേ ഭാരപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ വചനം വിടുതലായി തീരട്ടെ. ദൈവപ്രവർത്തിക്ക് കാരണമാകട്ടെ. ദൈവപ്രവർത്തിക്ക് വഴിയൊരുങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസം വർദ്ധിക്കുവാൻ ഇടയായി തീരട്ടെ. വചനം കേൾക്കുന്ന കർത്താവ് കുടുംബങ്ങളെ, അവരുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അത്ഭുതം ചെയ്തു കൊടുക്കണം. രോഗത്താൽ ഭാരപ്പെടുന്നവരെ ഓർക്കുന്നു. ദൈവപ്രവർത്തന വിടുതൽ കൊടുക്കണം. യേശുവിൻ്റെ ആണിപ്പെടുത്തുള്ള കരം ജീവിതങ്ങളെ തൊടുവാൻ പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങൾ നടക്കട്ടെ. വഴികൾ തുറക്കട്ടെ. വാതിലുകൾ തുറക്കട്ടെ. അതിശയങ്ങൾ കൂടാരങ്ങളിൽ വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്രകാരം ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.